ദാരുണമായ സംഭവമാണ് എറണാകുളം പെരുമ്പാവൂരിലുണ്ടായത്. മദ്യലഹരിയിൽ പിതാവിനെ ചവിട്ടിക്കൊന്ന മകൻ മെൽജോയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും എന്നറിയുന്നു. പ്രതിയുടെ അറസ്റ്റ് ഇതിനോടകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റും തെക്കുംതല വീട്ടിൽ ജോണിയാണ് കൊല്ലപ്പെട്ടത്. കൊച്ചിയിൽ നിന്ന് അമൽ സുരേന്ദ്രനാണ് ചേരുന്നത്. അമൽ, ഗുഡ് മോർണിംഗ്. ദാരുണമായ ഒരു സംഭവമായിരുന്നു അത്. അതിനുശേഷവും നമ്മൾ ഈ പ്രതിയെന്ന് സംശയിക്കുന്ന മകനെ കാണുമ്പോഴൊക്കെ അയാൾ ഒരു ലഹരിയിൽ തന്നെയായിരുന്നു. കൃത്യമായി കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ പറ്റാത്ത മട്ടിലൊക്കെ നമ്മൾ ചില വിഷ്വൽസൊക്കെ കാണുകയുണ്ടായി. ഇപ്പോൾ എന്തായാലും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഏതായാലും ഈ പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഇന്നലെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഏതായാലും കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യതകളാണ് നമ്മൾ കാണുന്നത്. ഏതായാലും ഈ പ്രതി ഈ കൃത്യം ചെയ്യുന്നത് മനുഷ്യ മനസാക്ഷിയെ തന്നെ നടുക്കും വിധത്തിൽ സ്വന്തം അച്ഛനെ ചവിട്ടി കൊലപ്പെടുത്തിയ ഈ ക്രൂരകൃത്യം ചെയ്യുന്നത് ബുധനാഴ്ച രാത്രിയാണ്. സംഭവം നടക്കുമ്പോൾ ഇയാൾ മദ്യലഹരിയിലായിരുന്നു. പെരുമ്പാവൂർ സ്വദേശിയായ മെൽജോ പിതാവും കൂടിയാണ് ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. പിതാവ് കുറേ നാളുകളായിട്ട് TB ബാധിതനായിരുന്നു. ഇതേ തുടർന്ന് അദ്ദേഹം കട്ടിലിൽ കിടപ്പായിരുന്നു. അങ്ങനെ മദ്യലഹരിയിലായിരുന്ന ഇയാൾ രാത്രി ഒരു 9:30 കൂടി പിതാവിനെ ചവിട്ടുകയായിരുന്നു. പിന്നീട് കുറേ നേരത്തിന് ശേഷം നോക്കുമ്പോൾ പിതാവിന് അനക്കമില്ല എന്ന് കണ്ടുകൊണ്ട് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന സഹോദരിയെ ചെന്ന് വിവരം അറിയിക്കുന്നു. സഹോദരിയുടെ വീട്ടിൽ ചെന്ന് വിവരം അറിയിക്കുന്നു. അപ്പോൾ സഹോദരി വന്ന് നോക്കുകയും പിന്നീട് ഈ പിതാവിനെ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. പിന്നെ തുടർന്ന് പിറ്റേന്ന് മൂവാറ്റുപുഴയിൽ നിന്നുള്ള പോലീസ് സർജൻ എത്തി പരിശോധിച്ചപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ 2 വാരിയെല്ലുകൾ പൊട്ടിയ നിലയിലാണ് എന്ന് കണ്ടെത്തുകയും തുടർന്നുണ്ടായ സംശയത്തെ തുടർന്ന് പോലീസ് മെൽജോയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയുമായിരുന്നു. അങ്ങനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ കുറ്റസമ്മതം നടത്തിയത്. താൻ പിതാവിനെ ചവിട്ടുകയായിരുന്നു എന്ന കുറ്റസമ്മതം നടത്തിയത്. അതിനുശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഏതായാലും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ക്രിസ്റ്റീന, പ്രജിൻ. ശരി, അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. വീണ്ടും നമ്മൾ പറയുകയാണ്, ലഹരി ഉപയോഗിച്ചാൽ അച്ഛനോ അമ്മയോ മകനോ സഹോദരിയോ ഈ ബന്ധങ്ങളൊക്കെ നമ്മൾ മറന്ന് ബോധമില്ലാത്ത ഒരു ലോകത്തിലേക്ക് പോകുന്നുവെന്ന് തെളിയിക്കുന്ന അടുത്ത സംഭവമാണ് ഈ വന്നിരിക്കുന്നത്. എത്രയോ സംഭവങ്ങൾ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ലഹരി കേസുകളുടെ എണ്ണവും ആ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. അതായത് പോലീസ് കൃത്യമായി അല്ലെങ്കിൽ എക്സൈസും പോലീസും കൃത്യമായി ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. പക്ഷെ അതിന്റെ എന്താണ് പറയുക, അതിന്റെ ഒരു സീരിയസ്നെസ് കുറയരുത്. എല്ലാ ദിവസവും ഈ രീതിയിലുള്ള ഇടപെടൽ വേണം. പോലീസിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, നമ്മളെല്ലാം ഉത്തരവാദിത്തമാണ്. അത്തരം കൂട്ടുകെട്ടുകളും കൂട്ടായ്മകളെല്ലാം പൊളിക്കുക തന്നെ വേണം.